ഈ വീഡിയോയിൽ S3 മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 4 എന്തൊക്കെയാണ് പെട്ടെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലൈൻ ഇൻ്റഗ്രലിൻ്റെ പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ z ബാർ സ്ക്വയർ dz അലോങ് ദ റിയൽ ആക്സിസ് ടു 2 ആൻഡ് ദെൻ വെർട്ടിക്കലി ടു 2 പ്ലസ് i. ഇങ്ങനെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവാലുവേഷൻ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ പാത്ത് നമ്മളൊന്ന് വരച്ച് വയ്ക്കാം. along the real axis, so xy axis നമ്മൾ കൺസിഡർ ചെയ്യുന്നു. along the real axis to 2, so which means 1 2, അപ്പോൾ 2 വരെയാണ് റിയൽ ആക്സിസിൽ അത് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു ലൈൻ സെഗ്മെന്റ്. then vertically to 2 plus i, 2 plus i corresponds to the point 2 1, so 2 1 എന്നുള്ളൊരു കോർഡിനേറ്റിലേക്കും ഇത് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ലൈൻ സെഗ്മെന്റ് ആണ് നമ്മുടെ പാത്ത്. ഒന്ന് റിയൽ ആക്സിസിലെ പിന്നൊന്ന് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഇത് നമുക്ക് ഒ എ ബി എന്ന് വിളിക്കാം. ബി എന്ന് പറയുന്ന പോയിന്റാണ് 2 1, എ എന്ന് പറയുന്ന പോയിന്റാണ് 2 0, ഒ എന്ന് പറയുന്ന പോയിന്റ് 0 0. ഈ ഒരു ലൈൻ സെഗ്മെന്റിലാണ് നമുക്ക് ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ z ബാർ സ്ക്വയർ എന്താണെന്ന് നോക്കാം. z ഈക്വൾ ടു നമ്മൾ എപ്പോഴും x പ്ലസ് ഐ വൈ എന്നാണ് എടുക്കാറ്. സോ z ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2xy i, dz എന്നുള്ളത് dx പ്ലസ് ഐ ഡി വൈ. രണ്ട് പാത്തിലായിട്ട് നമ്മൾ ചെയ്യുക. സോ ഒ എയുടെ പ്രത്യേകത എക്സ് ആക്സിസ് ആയതുകൊണ്ട് അവിടെ y ഈക്വൾ ടു 0 ആയിരിക്കും. y 0 ആയതുകൊണ്ട് dy ഈക്വൾ ടു 0. സോ എക്സ് വേരീസ് ഫ്രം 0 to 2. അത് ആ കോർഡിനേറ്റിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. എക്സ് വേരീസ് ഫ്രം 0 തൊട്ട് 2 വരെ. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഈ ഇൻ്റഗ്രലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഹാവ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ചെയ്യുക. 0 to 2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ 8/3 എന്നുള്ള ആൻസർ വരും. ഇതേപോലെ തന്നെ എ ബിയിൽ കൺസിഡർ ചെയ്യുക. എ ബി എന്ന് പറയുന്നതിൽ 2 എക്സിന് 2 എന്നുള്ള പോയിന്റ് കോമൺ ആണ്. സോ എക്സ് ഈക്വൾ ടു 2, ഡി എക്സ് ഈക്വൾ ടു 0. അവിടെ വൈ വേരി ചെയ്യുന്നത് അത് കോർഡിനേറ്റിൽ നിന്ന് കിട്ടും 0 to 1. ഇത് നമ്മുടെ ഇൻ്റഗ്രലിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇൻ്റഗ്രൽ 2 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 4y i dy, ഡി എക്സ് ഒക്കെ 0 ആയിട്ട് വരും. ഇതും 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ വി ഹാവ് 2 പ്ലസ് 11/3i. രണ്ട് പാത്തും കൂടെ ഫൈനലി ആഡ് ചെയ്ത് വെക്കണം. So 8/3 plus 2 plus 11/3i. So the final answer will be 14/3 plus 11i/3. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ ആൻസർ along the path. Second problem, evaluate real part of z dz over the boundary c of the square with vertices 0 i 1 plus i 1 clockwise. സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ സ്ക്വയർ ഒന്ന് കൺസിഡർ ചെയ്യാം. പോയിന്റ്സുകൾ 0 0 ഒറിജിൻ ഉണ്ട്. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 1 1 പ്ലസ് ഐ, അതായത് 1 1 എന്നുള്ളൊരു കോർഡിനേറ്റ് ആയിരിക്കും. ദെൻ 1, ദാറ്റ് ഈസ് 1 0. ഇത് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ ആണ് നമ്മുടെ പാത്ത്. ഇവിടെ റിയൽ പാർട്ട് ഓഫ് z dz ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. z ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഇതും ഓരോ പാത്തിൽ കണ്ടുപിടിക്കുക. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. എ ബി അല്ലെങ്കിൽ ഒ എ ബി സി എന്നുള്ള പേരുകൾ കൊടുക്കുകയാണെങ്കിൽ എലോങ് എ ബിയിൽ ആദ്യം എ ബി സി ഡി എന്നാണ് റീജിയൻ എടുക്കുന്നത്. അപ്പോൾ എലോങ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എക്സിന് അവിടെ 0 ആണ്. സോ എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് ഈക്വൾ ടു 0. വൈ വേരി ചെയ്യുന്നത് 0 to 1ലാണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ 0ലേക്ക് പോകും. സോ എ ബിയിലത്തെ ഇൻ്റഗ്രൽ വാല്യൂ 0. അടുത്തത് ബി സിയിൽ വൈ ഈക്വൾ ടു 1 ആയിട്ടാണ് വരുന്നത്. സോ ഡി വൈ ഈക്വൾ ടു 0, എക്സ് വേരീസ് ഫ്രം 0 to 1 കോർഡിനേറ്റിൽ നിന്ന് കിട്ടും. സോ ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഡി എക്സ് എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് 1/2. ദെൻ സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഫിക്സ്ഡ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൾ ടു 1. സോ ഡി എക്സ് വിൽ ബി 0. വൈ ആണ് വേരി ചെയ്യുന്നത് ഫ്രം 1 to 0. നമ്മുടെ ഇൻ്റഗ്രൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ. സിമിലർലി ഡി എ കോർഡിനേറ്റ് നോക്കിയാൽ അറിയാം വൈ ഈക്വൾ ടു ആണ് 0 വരുന്നത്. സോ ഡി വൈ ഈക്വൾ ടു 0, എക്സ് ഫ്രം 1 to 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1/2. ഓവറോൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. സോ വി ഹാവ് മൈനസ് ഐ. നെക്സ്റ്റ് പ്രോബ്ലം, ഇൻ്റഗ്രൽ 1 1 to 4 2 x plus y dx plus y minus x dy along a straight line from 1 1. പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. 1 1 ഏകദേശം ഒരു
1 1 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും. ദിസ് ഇസ് 1 1 to 1 2. 1 2 മീൻസ് ഇവിടെ വരാം. അപ്പോൾ ഈ ഒരു ലൈൻ സെഗ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ദെൻ ടു 4 2. സപ്പോസ് 4 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെയാണ് നമ്മളുടെ പോയിന്റ്. ഇതിന് നമുക്ക് എ ബി സി എന്ന് കൊടുക്കാം. സോ എലോങ് എ ബി കണ്ടുപിടിക്കുക, എലോങ് ബി സി കണ്ടുപോലെ രണ്ടും കൂടി ആഡ് ചെയ്യാം. കോർഡിനേറ്റ്സ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് 1 2 ആൻഡ് ദിസ് ഇസ് 4 2. ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തു നോക്കാം. എലോങ് എ ബി, എലോങ് എ ബിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു 1 ഫിക്സഡ് ആണ്, ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് വരും, വൈ ഫ്രം 1 to 2 എന്നായിരിക്കും. സോ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഈ പോർഷൻ 0 ആയിട്ട് പോകും. ദെൻ എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ വൈ മൈനസ് 1 ഡി വൈ എന്നാണ് വരിക. ദറ്റ് ഈസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് വൈ വിത്തിൻ ദ ലിമിറ്റ് വൈ വേരി ചെയ്യുന്നത് 1 തൊട്ട് 2 വരെയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1/2 എന്നുള്ള ആൻസർ ആയിരിക്കും. ദെൻ എലോങ് ബി സി, ബി സിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം y ഈക്വൽ ടു 2 എന്നാണ്. therefore dy ഈക്വൽ ടു 0 ആൻഡ് എക്സ് വേരീസ് ഫ്രം 1 to 4. സോ ഇൻ്റഗ്രൽ ഡി വൈയുടെ പോർഷൻ 0 എന്ന് കൊടുക്കുക, വൈക്ക് 2 എന്ന് കൊടുക്കുക. സോ എക്സ് പ്ലസ് 2 ഡി എക്സ് ഫ്രം 1 to 4. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2x ഇതിലെന്തെങ്കിലും 1 to 4. ആൻസർ വരുന്നത് 27/2. therefore രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28/2 which is equal to 14 ആയിരിക്കും നമ്മുടെ ഫൈനൽ ഇൻ്റഗ്രലിൻ്റെ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, ഇത് നമ്മളിനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിലേക്ക് കിടക്കുകയാണ്. ഇവാലുവേറ്റ് 3z² + 7z + 1/z + 1 ഓവർ ദ സർക്കിൾ മോഡ് z + i ഈക്വൽ ടു 1. ആദ്യം തന്നെ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള സിംഗുലാർ പോയിന്റ്സ് കിട്ടും. സോ z ഈക്വൽ ടു -1 ഇസ് എ സിംഗുലാർ പോയിന്റ്. ഈ റീജിയനിലുള്ളതാണോ പുറത്താണോ എന്നുള്ളതാണ് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത്. ഈ റീജിയനിലുണ്ടോ എന്ന് അറിയാനായിട്ട് സെഡിന് ഈ -1 ഇട്ട് കൊടുക്കുക. സോ മോഡുലസ് ഓഫ് -1 + i ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √(x² + y² എന്നാണ്. അപ്പോൾ ഇത് വരുന്നത് √(1² + 1² which is equal to √2. √2 is 1.414. എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന റേഡിയസിനേക്കാളും വലുതാണ്. സോ ദിസ് ഗ്രേറ്റർ ദാൻ 1 ലൈസ് ഔട്ട്സൈഡ്. ഒരു സിംഗുലാർ പോയിന്റ് ആണ്, അത് ലൈസ് ഔട്ട്സൈഡ് ആണെങ്കിൽ ദിസ് ഇന്റഗ്രൽ വാല്യൂ വിൽ ബി 0 ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം. നെക്സ്റ്റ് പ്രോബ്ലം സെയിം ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. മോഡ് z ഈക്വൽ ടു 5 ആണ് റീജിയൻ തന്നിരിക്കുന്നത്. സോ z ഈക്വൽ ടു 4 ആണെന്ന് വിളിച്ചത് നമ്മുടെ സിംഗുലാർ പോയിന്റ്. മോഡുലസ് ഓഫ് 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വിച്ച് ഇസ് ലെസ് ദാൻ 5. സോ ലൈസ് ഇൻസൈഡ് എന്ന് കിട്ടും. ഒരു പോയിന്റേ ഉള്ളൂ. സോ വി ഹാവ് ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല 2πi ഇൻറ്റു എഫ് ഓഫ് z, ദാറ്റ് ഈസ് എഫ് ഓഫ് 4. ഏത് ഫാക്ടറാണോ ഇൻസൈഡ് ആ ഫാക്ടർ മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് z കിട്ടും. therefore എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു z² + 2z - 2. ഈ എഫ് ഓഫ് zൽ എഫ് ഓഫ് 4 കൊടുക്കുക. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 44πi ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് z ഈക്വൽ ടു 0 എന്നും വരും, z ഈക്വൽ ടു 1 എന്നും വരും. ഈ രണ്ട് പോയിന്റും നമുക്ക് തന്നിരിക്കുന്ന 3 എന്നുള്ള റേഡിയസിനേക്കാളും ചെറുതാണ്. സോ രണ്ടും ലൈസ് ഇൻസൈഡ്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഇൻസൈഡ് വരാണെങ്കിൽ വി വാണ്ട് ടു യൂസ് ദ പാർഷ്യൽ ഫ്രാക്ഷൻ. സോ a/z + b/z - 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എയും ബിയും കിട്ടുന്നത് -4 and 1 എന്നാണ്. തിരിച്ച് പാർഷ്യൽ ഫ്രാക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഫോമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. therefore -4/z dz + integral 1/z - 1 dz. ഫസ്റ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് z ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ആയിരുന്നു, ലൈസ് ഇൻസൈഡ് ആയിരുന്നു. therefore our കോഷീസ് ഇന്റഗ്രൽ ഫോർമുല f ഓഫ് 0 2πi into f of 0 plus 2πi into f of 1. then f of 0 ഇവിടുത്തെ f of 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ z എന്നുള്ള ഫാക്ടർ മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ -4. അപ്പോൾ 2πi into -4 പ്ലസ് രണ്ടാമത്തെ പോർഷനിൽ 2πi into z - 1 എന്നുള്ള ഫാക്ടർ മാറ്റി കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളത് 1. സോ മൈ ഹാവ് -8πi plus 2πi. സോ -6πi എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, ഇൻ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ sin z by z plus 4iz dz where ഇതാണ് റീജിയൻ. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് z ഇൻറ്റു 1 + 4i ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. സോ വി ഹാവ് z ഈക്വൽ ടു 0 ഇസ് എ സിംഗുലാർ പോയിന്റ്. തന്നിരിക്കുന്ന റീജിയൻ ഉണ്ടോ നോക്കാനായിട്ട് 0 - 4 - 2i എന്നിട്ട് കൊടുക്കാം. റിയൽ പാർട്ടിന് ഇമാജിനറി വന്നതുകൊണ്ട് √(-4 the whole square plus 2² എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് 14 16 √(16 +
4 എന്ന് വരും, അതായത് റൂട്ട് 20 എന്ന് വരും. റൂട്ട് 20 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 പോയിന്റ് സംതിങ് ആയിട്ട് വരാം. 6.5 ചെറുതാണ്. സോ ഇസഡ് ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് എന്നുള്ള പോർഷനിലേക്ക് വരും. ആകെ ഒരു പോയിന്റ് ആണുള്ളത്, അത് ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അനുസരിച്ച് 2πi ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് എഴുതാം. ഇവിടെ എഫ് ഓഫ് ഇസഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫാക്ടർ ഏതാണോ അത് മാറ്റി നിർത്തി ബാക്കി എന്തുണ്ടോ അത്. സോ സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4i. സൈൻ സെഡ് അതിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 0 എന്ന് വരും. അടുത്ത പ്രോബ്ലം, ഇതിലും സിമിലർ പോയിന്റ്സ് ആദ്യം കണ്ടുപിടിക്കുക. ഇസഡ് ഈക്വൽ ടു 1ഉം -3 എന്നുമാണ് വരിക. നമുക്ക് തന്നിരിക്കുന്ന റീജിയനിൽ 2 കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 1 - 2, അതായത് മോഡുലസ് ഓഫ് -1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ലെസ് ദാൻ 2 ആണ്. സോ ലൈസ് ഇൻസൈഡ്. -3 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ -3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -5 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ ഒരു പോയിന്റ് ഇൻസൈഡ്, ഒരു പോയിന്റ് ഔട്ട്സൈഡ്. അങ്ങനെയാണ് വരുന്നത്. ഇൻസൈഡ് എന്നുള്ള പോയിന്റ് മാറ്റി നിർത്തുക, ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എഫ് ഓഫ് ഇസഡ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് കിട്ടുന്നത് 5z + 7 ഡിവൈഡഡ് ബൈ z + 3 എന്നായിരിക്കും. അതിൽ ഇസഡിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 6πi എന്നായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ഇവാലുവേറ്റ് സൈൻ സ്ക്വയർ z ബൈ z - π/6 ഹോൾ ക്യൂബ്. ഇത് ഡിനോമിനേറ്ററിന് പവർ വരുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ആൻറ്റി ഫംഗ്ഷൻ്റെ ഫോർമുലാസ് വേണം ഉപയോഗിക്കാനായിട്ട്. ഇവിടെ z ഈക്വൽ ടു 5/6 എന്നുള്ള പോയിന്റ് കിട്ടും. പൈക്ക് 3.14 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈസ് ഇൻസൈഡ് എന്നുള്ള പോയിന്റ് ആയിട്ടാണ് വരിക. ഹിയർ ഒരു പോയിന്റേ ഉള്ളൂ, അത് ലൈസ് ഇൻസൈഡ് ആണ്, അതിന് പവർ 3 വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഫോർമുല 2πi/2 ഫാക്ടോറിയൽ ഇൻറ്റു എഫിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് 5/6 എന്നാണ് ഉപയോഗിക്കുക. 2 ക്യാൻസൽ ചെയ്തപ്പോൾ എഫിന് സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ സൈൻ സ്ക്വയർ സെഡിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിരിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് 2 സൈൻ സെഡ് കോസ് സെഡ് എന്നാണ്. ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂൾ ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ സെഡ് ഇൻറ്റു മൈനസ് സൈൻ സെഡ് പ്ലസ് കോസ് സെഡ് ഇൻറ്റു കോസ് സെഡ്. ഇവിടെ നമുക്ക് 5/6 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 2πi എന്നായിരിക്കും കിട്ടുന്നത്. ഇന്റഗ്രൽ e raised to z by z - π/4 ഹോൾ ക്യൂബ് സെയിം തന്നെയാണ് വരുന്നത്. പവർ 3 എന്നതുകൊണ്ട് ഇതിനെ നമുക്ക് 2πi/2 ഫാക്ടോറിയൽ ഇൻറ്റു എഫിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് 5/4 എന്ന് കൊടുക്കാം. എഫ് ഓഫ് ഇസഡ് ആയിട്ട് e raised to z ആണ് ചൂസ് ചെയ്യുക. e raised to z സെക്കൻഡ് ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അവിടുത്തെ 5/5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് πi ഇൻറ്റു e raised to π/4. നെക്സ്റ്റ് പ്രോബ്ലം, ടേലർ സീരീസ് ഓഫ് സൈൻ z ബൈ z - π എബൌട്ട് z ഈക്വൽ ടു π എന്നാണ്. എബൌട്ട് z ഈക്വൽ ടു π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z - πയുടെ പവേഴ്സിലായിരിക്കണം ഫൈനൽ ആൻസർ വരേണ്ടത്. ഓൾറെഡി ഡിനോമിനേറ്ററിൽ z - π വന്നിട്ടുണ്ട്, ന്യൂമറേറ്ററിൽ z എന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ z - π പ്ലസ് π എന്നുള്ളത് മാറ്റി എഴുതാം. ഇതിപ്പോൾ സൈൻ ഓഫ് π പ്ലസ് തീറ്റ എന്നുള്ള ഫോമിലാണ്, അതായത് മൈനസ് സൈൻ തീറ്റ എന്നാണ്. സോ മൈനസ് സൈൻ z - π ഡിവൈഡഡ് ബൈ z - π. 1/z - π മാറ്റി നിർത്താം. ദെൻ മൈനസ് ഉണ്ട്, അതും മാറ്റി നിർത്താം. സൈൻ ഇസഡിൻ്റെ എക്സ്പാൻഷനോടെ കൊടുക്കുക. അപ്പോൾ -1/z - π ഇൻറ്റു z - π/1 ഫാക്ടോറിയൽ മൈനസ് z - π ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. പുറത്തുള്ള z - π ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ so this is the Taylor series of sin z by z minus pi about z equal to pi. At the problem, expand 1 by z minus 1 into z minus 2 in mod z less than 1. This is a valid region. Product is factor so partial fraction is simplify. So a by z minus 1 plus b by z minus 2. Solve a equal to minus 1, b equal to 1. So substitute a minus 1 by z minus 1 plus 1 by z minus 2. About mod z less than 1 lana parayana. So this is a constant mark. So even minus 1 so minus 1 into minus of 1 minus z whole power minus 1. Minus 2 so minus 2 into 1 minus z by 2 the whole raised to minus 1. This is the series expansion. So 1 plus z plus z square plus z cube plus etc. minus 2 into 1 plus z by 2 plus z by 2 the whole square plus etc. This is the Taylor series. At the Maclaurin series of f of z equal to I by 1 minus z. Maclaurin series is about z equal to 0 ennulla meaning aanu. Ivide namukku ithra cheyanadu denominator il ninnu enna terms purathe edukkanundo ennu maatram check cheyidal madi. Already idu I by 1 minus z formula aanu kedukkunna. So idine namukku I into 1 minus z whole power minus 1 edam. So idine nerittulla series expansion kodukka. So I into 1 plus z square plus etc. എന്നതായിരിക്കും ഇതിന്റെ series expansion, which means Maclaurin series about z equal to 0.